രാജ്യത്തിനകത്തും പുറത്തും ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും നേടിയ ഒരു സമരമായിരുന്നു CJP എന്ന കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിൽ നടത്തിയത്. യുവതലമുറയുടെ ആഴ്ചകൾ നീണ്ട ഈ സമരത്തിന് പല സ്ഥലത്തു നിന്നായി അനുദിനം പിന്തുണ വന്നുകൊണ്ടേയിരുന്നു. അത് നേരിട്ടും മാധ്യമങ്ങളിലൂടെയും പിന്തുണ വരുന്നത് കാണാനുണ്ടായിരുന്നു. സമരത്തിലൂടെ ഉന്നയിക്കപ്പെട്ട വിഷയത്തിൻ്റെ പ്രസക്തിയും ജൻസി അഥവാ യുവതലമുറയുടെ നിശ്ചയദാർഢ്യവും എല്ലാം ചേർന്നപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും അനുതാപപൂർണമായ ഒരു സമീപനം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പാർട്ടികളുടെ സമരം എല്ലാ ദിവസവും ഒന്നാം പേജിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയോടെ കാര്യങ്ങൾ പര്യവസാനിച്ചപ്പോൾ മലയാള മനോരമ അതിനെ ഒരു വലിയ വാർത്തയായിട്ട് എഴുതിയിരുന്നത് ജൻ സിന്ദാബാദ് എന്നായിരുന്നു. അതിനകത്ത് സിന്ദാബാദും ഉണ്ട്, ജൻസി എന്ന പ്രയോഗവുമുണ്ട്. എങ്ങനെയൊക്കെ ഹിറ്റടിച്ചാലും പിൻവാങ്ങില്ല എന്ന നിശ്ചയദാർഢ്യത്തോട് നിന്നിയ പാർട്ടികൾ സൂപ്പർ ഹിറ്റ് എന്നാണ് മലയാള മനോരമയിൽ കണ്ട ഒരു ലീഡ്. ന്യൂ ജനാധിപത്യം എന്ന് ഒരു വലിയ ശീർഷകം കണ്ടു. അവിടെ സാധാരണമായിട്ട് എഴുതുന്ന ജനാധിപത്യമല്ല, ജൻ എന്നതിൻ്റെ ജനാധിപത്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യുവജന ഗണമന ജയ ഹേ എന്നും ഒരിടത്ത്. കേരള കൗമുദിക്ക് അത് ജൻസി തിരയായിട്ടാണ് വന്നത്. ദേശാഭിമാനി പറഞ്ഞത് ഇതാ ഇന്ത്യ എന്നാണ്. അതായത് ഇന്ത്യയുടെ വരാനിരിക്കുന്ന ചിത്രം എന്നുള്ള നിലയ്ക്കാണ്, ഭാവി ഇന്ത്യയുടെ ഒരു ചിത്രം എന്ന നിലയ്ക്ക് ആണ് ആ ശീർഷകം വരുന്നത്. കീഴടങ്ങി കേന്ദ്രം പാറ്റ ഏറ്റു എന്നായിരുന്നു മാധ്യമത്തിൽ കണ്ട വലിയ ശീർഷകം. അവിടെ പറയുന്നത് പാറ്റകളുടെ ചിറകടി കണ്ട് വിറച്ച് കേന്ദ്രം മന്ത്രിയെ കൊണ്ട് രാജിവെപ്പിച്ചു എന്നാണ്. ഈ സമരത്തിൻ്റെ വിജയത്തിൽ ആഹ്ലാദിക്കുന്ന വണ്ണം ഒരു മുഴുവൻ പേജ് ഇവർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ടാണ് മാതൃഭൂമി വന്നത്. ജയിച്ച് നമ്മൾ എന്നാണ് അവിടെ കണ്ട വലിയ ശീർഷകം. ഒരു വാക്ക് കാവ്യ നിറത്തിലും മറ്റേത് പച്ച നിറത്തിലും. ജനാധിപത്യ ഇന്ത്യക്ക് ഒരു സാമൂഹിക പാഠം എന്നായിരുന്നു അവിടെ കണ്ടത്. എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെടുന്നു, ഒരു സമരം അന്തസ്സോടെ അവസാനിക്കുന്നു എന്നാണ് പത്രം എഴുതിയിരുന്നത്. എന്ന് മാത്രമല്ല, നീറ്റ് പരീക്ഷകൾ തുടങ്ങിയ ഒരു സമരമായതുകൊണ്ടാവാം എഴുതിയ പരീക്ഷകളെക്കാളൊക്കെ വലിയ പരീക്ഷ ജയിച്ച് ഇന്ത്യൻ യുവത എന്നും അവിടെ എഴുതിയിട്ടുണ്ട്. ജയിച്ച് നമ്മൾ എന്നെഴുതുന്നതിനകത്തുള്ള മലയാളത്തിൻ്റെ ശൈലിയുടെ കാര്യത്തിലെ ഒരു സംശയം വന്നു. എഴുതുമ്പോൾ ജയിച്ചു നമ്മൾ എന്നായിരുന്നു വേണ്ടിയിരുന്നതെന്ന് ഭാഷ അറിയുന്നവർ പറയുന്നുണ്ട്. ഇതൊരു പുതിയ ശൈലിയായിരിക്കാം. ടൈംസ് ഓഫ് ഇന്ത്യയിൽ മറ്റൊരു രീതിയിലാണ് ഈ വാർത്ത വന്നത്. ജൻസി ഫോഴ്സസ് DP ചേഞ്ച്. DP എന്നത് ധർമ്മേന്ദ്ര പ്രധാൻ എന്നാവാം. ഇൻ്റർനെറ്റിൽ DP എന്ന് പറയുന്നത് ഡിസ്പ്ലേ പിക്ചറാണ്. നമ്മൾ പ്രൊഫൈൽ പിക്ചർ എന്നൊക്കെ ഇടുമല്ലോ. ഒരു രീതിയിൽ നോക്കിയാൽ മന്ത്രിയുടെ പടം മാത്രം മാറി മറ്റു കാര്യങ്ങൾക്ക് വലിയ മാറ്റമില്ല എന്ന് വേണമെങ്കിലും പറയുന്നതായിട്ട് നമുക്ക് തോന്നാം. ഇംഗ്ലീഷിൽ എഴുതുന്ന പത്രങ്ങളിൽ ചിലപ്പോൾ ഈ ചുരുക്കത്തിൽ ഓരോന്നും എഴുതുന്നത് നമ്മൾ അത്ഭുതപ്പെടുത്താറുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഈ വാർത്തയോടൊപ്പം കണ്ട ഒരു പ്രയോഗം എന്താണെന്ന് ഒന്നുകൂടി നോക്കേണ്ടി വന്നു. അവിടെ കാണുന്നത് ബിൽ ഇൻ പാൾ മോൺ എന്നാണ്. അതായത് ബിൽ ഇൻ പാർലമെൻറ്റ് ഓൺ മൺഡേ എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. പക്ഷേ ഈ പറയുന്ന കൂട്ടിച്ചേർക്കാനുള്ള വാക്കുകളൊന്നുമില്ല. 4 വാക്ക് വെച്ച് ഒരു ചുരുക്കത്തിൽ ഒരു ലീഡ് പോലെ അവിടെ എഴുതിയിട്ടുള്ളതാണ്. ഐതിഹാസികം എന്നൊക്കെ എല്ലാവരും വിശേഷിപ്പിച്ച ഈ സമരം നടന്നത് ഡൽഹിയിലെ ജന്തർ മന്ദറിലായിരുന്നു എന്ന് ഏവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ജന്തർ മന്ദർ എന്ന പ്രയോഗം പത്രങ്ങളിലൊക്കെ ദിവസവും വന്നുകൊണ്ടിരുന്നു. കല്ലുകൊണ്ട് നിർമ്മിച്ച ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ ഒരു സമുച്ചയം, അതാണ് ജന്തർ മന്ദർ. ജന്തർ മന്ദർ എന്ന വാക്ക് വരുന്നത് യന്ത്രത്തിൽ നിന്നും മന്ത്രത്തിൽ നിന്നുമാണ്. ജന്തർ എന്നത് യന്ത്രം എന്നതിൻ്റെ ഒരു രൂപം, മന്ദർ എന്നത് മന്ത്രയുടെ മറ്റൊരു രൂപം. ഡൽഹി ഉൾപ്പെടെയുള്ള 4 നഗരങ്ങളിൽ, അതായത് ഉജ്ജയിൻ, വാരണാസി, ജയ്പൂർ, ഇവിടങ്ങളിലാണ് ജന്തർ മന്ദർ ഉള്ളത്. സമയം കൃത്യമായി അറിയാനും ഗ്രഹങ്ങളുടെ നില അറിയാനുമൊക്കെ ഉള്ള ഒരു സംവിധാനമാണ്. യന്ത്രവും മന്ത്രവും ചേർന്ന ഒന്നായതുകൊണ്ട് എഴുതുന്നത് ജന്തർ മന്തർ എന്നാണ്. രണ്ടിടത്തും പന്ത് എന്ന വാക്കിനകത്ത് വരുന്ന ന്താണ് ഉപയോഗിക്കേണ്ടത്. ഒരു പത്രത്തിൽ മാത്രം മന്ദർ എന്നതിന് മന്ദിരത്തിൻ്റെ ന്ത ഉപയോഗിച്ച് കണ്ടു. കണ്ടാൽ മന്ദിരം പോലെ എന്ന് തോന്നിയതുകൊണ്ടാണോ എന്നറിയില്ല അങ്ങനെ എഴുതിയിട്ടുള്ളത്. എന്തായാലും അങ്ങനെയല്ല എഴുതേണ്ടതെന്ന് ഹിന്ദിയിലുള്ള അതിൻ്റെ എഴുത്ത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഒരു മന്ത്രി രാജിവെക്കുന്നതും അടുത്തയാൾ ചുമതലയേക്കുന്നതുമൊക്കെ സാധാരണമായിട്ട് വലിയ വാർത്തയെ തന്നെയാണ് വരുന്നത്. ഇവിടെ പാർട്ടികളുടെ സമരത്തെ തുടർന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മാതിരി അടുത്തൊരാൾ വന്നു. ആളിൻ്റെ പേര് പ്രഹ്ലാദ് ജോഷി എന്ന്. പക്ഷേ ഈ പ്രഹ്ലാദ് എന്ന പേര് അത്ര പരിചിതമല്ലാത്തതുകൊണ്ടാവാം പലരും പ്രഹ്ലാദ് എന്ന് പറയാനും എഴുതാനും തുടങ്ങി. എങ്കിലും നമ്മുടെ മിക്ക പത്രങ്ങളും പ്രഹ്ലാദ് എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എന്നാൽ ഒരു പ്രമുഖ പത്രത്തിൽ 2 ദിവസമായി പ്രഹ്ലാദ് ജോഷി എന്നാണ് കാണുന്നത്.
പ്രഹ്ലാദം എന്ന് പറയുന്നത് വലിയ ആഹ്ലാദം എന്നാണ്. പേര് തെറ്റിച്ച് പറയുന്നതിൽ എന്താണ് ഇത്ര ആഹ്ലാദം എന്ന് മനസ്സിലാകുന്നില്ല. സാധാരണമായി മന്ത്രിമാരുടെയും ഗവർണർമാരുടെയൊക്കെ പേര് വരുമ്പോൾ അത് ഉറപ്പിക്കാനായിട്ട് അവരുടെ വെബ്സൈറ്റിൽ നോക്കാറുണ്ട്. പാർലമെൻറ്റ് അംഗങ്ങളാകുമ്പോൾ പാർലമെൻറ്റിലെ സൈറ്റിൽ എന്താണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കുന്നത് ഒരു പതിവാണ്. പാർലമെൻറ്റിൻ്റെ വെബ്സൈറ്റിലും ഈ പ്രഹ്ലാദ് ജോഷിയുടെ വെബ്സൈറ്റിലും അദ്ദേഹത്തിൻ്റെ പേര് പ്രഹ്ലാദ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മളായിട്ട് അത് പ്രഹ്ലാദമാക്കേണ്ട വല്ല കാര്യവുമുണ്ടോ?